പ്രിയപ്പെട്ടവരെ, വൃശ്ചികക്കൂറുകാരെ വിജയത്തിലെത്തിക്കുന്ന 10 കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. വിശാഖത്തിൻ്റെ അവസാന കാൽഭാഗം, അനിഴം, കേട്ട ഇവ ചേർന്നതാണ് വൃശ്ചികക്കൂറ് എന്ന് പറയുന്നത്. ഈ കൂറിൽ ജനിച്ചവരിൽ വിജയിച്ചിട്ടുള്ള കുറേയേറെ പേരുണ്ട്. എന്നാൽ ഇന്നും ഒരിടത്തെത്താത്ത കുറേ ആൾക്കാരുമുണ്ട്. അപ്പോൾ വിജയിച്ചവരെല്ലാം തങ്ങളുടെ ചര്യയിൽ ചില കാര്യങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. തങ്ങളുടെ പ്രകൃതത്തിൽ ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടായിരുന്നു. ഈ മാറ്റങ്ങൾ ഈ വൃശ്ചികക്കൂറുകാരിൽ അന്തർലീനമായിട്ടുള്ളത്, അഥവാ അവരുടെ മനസ്സിൻ്റെയും അവരുടെ പ്രകൃതത്തിൻ്റെയും അടിത്തട്ടിലുള്ളതാണ്. അതിനെ കണ്ടെത്തി അതിനെ ഒന്ന് മോൾഡ് ചെയ്ത് അതിനെ മുന്നോട്ട് കൊണ്ടുവരാമെങ്കിൽ ഏതൊരു വ്യക്തിക്കും തങ്ങളുടെ ജീവിതത്തിൽ രക്ഷപ്പെടാവുന്നതേ ഉള്ളൂ. നമുക്ക് മറ്റൊരു കൂറുകാരൻ്റെ ചിലപ്പോൾ സ്വഭാവ സവിശേഷതകൾ ഉണ്ടാകണമെന്നില്ല. പക്ഷെ നമ്മുടേതായ ചില സവിശേഷതകളുണ്ടല്ലോ, അത് മതി നമുക്ക് രക്ഷപ്പെട്ടു പോരാ. പക്ഷേ ഒന്നുണ്ട്, നമ്മൾ ഇതിനെ തിരിച്ചറിയണം. ഈ വീഡിയോ ചെയ്യുന്നത് നമ്മെ കണ്ടെത്തുക എന്നുള്ള കാര്യമാണ്. അതിലൂടെ വിജയത്തിന്റെ പടവുകളിലേക്ക് നമുക്ക് എത്തിച്ചേരാനാകും. നമസ്കാരം, ഞാൻ RJ ഹരിചന്ദ്രൻ മഠം. ഇന്നത്തെ വീഡിയോയിൽ 10 പ്രധാന പോയിന്റുകളാണ് ഞാൻ പറയുന്നത്. അത് നേരിട്ടങ്ങ് പറയുകയല്ല, 10ാമത്തത് തൊട്ട് 1ാമത്തത് വരെയുള്ള കാര്യങ്ങൾ ഡിസെൻഡിങ് ഓർഡറിൽ പറയും. കാര്യം എല്ലാം പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. പക്ഷേ അവസാനം പറയുന്ന ഒന്നുണ്ടല്ലോ, അത് നമ്മളെ കൂടെ ഫോളോ ചെയ്യേണ്ട കാര്യമാണ്. മറ്റത് നമ്മുടെ ഉള്ളിൽ ഉണർവുകളെ ഉണ്ടാക്കേണ്ടത്, അവസാനം പറയേണ്ടത് നമ്മളോടൊപ്പം ഒരിക്കലും മറന്നു പോകാതെ നമ്മളെ ഫോളോ ചെയ്യേണ്ട കാര്യം. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് പരിശോധിക്കാം. 10ാമത്തെ കാര്യം ആത്മവിശ്വാസം ഉള്ളവർ എന്നുള്ളതാണ്. അതെ, വൃശ്ചികക്കൂറുകാർക്ക് സെൽഫ് കോൺഫിഡൻസ് ഉണ്ടായിരിക്കും. ജീവിതത്തിന്റെ ആദ്യഘട്ടങ്ങളിൽ ചിലപ്പോൾ ഇത് കുറവായിരിക്കും. പക്ഷേ ഏതാണ്ട് ഒരു 30-32 വയസ്സൊക്കെ കടക്കുമ്പോഴാണ് ബഹുഭൂരിപക്ഷം പേരും തങ്ങൾ എന്നുള്ള അവസ്ഥയെ തിരിച്ചറിയുന്നത്. ചിലപ്പോൾ കുറച്ച് കാലഘട്ടത്തിൽ ഇവർക്ക് കോൺഫിഡൻസ് ഉണ്ടായിരിക്കും, കുറച്ച് കാലം അത് നഷ്ടപ്പെട്ടു, വീണ്ടും കോൺഫിഡൻസ് വരും. ഇങ്ങനെയുള്ള ഒരു പാറ്റേണിലും കാണപ്പെടാറുണ്ട്. എന്തായാലും ശരി, 90% പേരിലും തങ്ങളെക്കുറിച്ചൊരു ബോധം, തങ്ങളെക്കുറിച്ചൊരു വിശ്വാസം, ഇതൊക്കെ ഉണ്ടായിരിക്കും. പൊതുവിൽ ഇവരിൽ ഈശ്വര വിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു കോൺഫിഡൻസ് ആണ് ഉണ്ടായി വരാറുള്ളത്. അതായത് തങ്ങളുടെ പ്രശ്ന വഴികളിൽ ദൈവത്തിന്റെ ഒരു കൈത്താങ് ഉണ്ടായി വരും എന്ന് ഇവരിൽ ബഹുഭൂരിപക്ഷം പേരും വിശ്വസിക്കുന്നു. എന്നാൽ വൃശ്ചികക്കൂറിൽ ജനിച്ച ചിലര് നിരീശ്വരവാദികളുമായിരിക്കും. അവർക്ക് അവരുടെ ഉള്ളറകളെ ആയിരിക്കും കൂടുതൽ വിശ്വാസം. എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഇവർക്കും സംശയം ഉണ്ടാവും. അപ്പോൾ അവര് ചില അവസരങ്ങളിലൊക്കെ ഒരു ദൈവ സാന്നിധ്യം നമുക്ക് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കും. എന്നാൽ വിജയത്തിലേക്ക് എത്തിയ വൃശ്ചികക്കൂറുകാർക്കോ അവർക്ക് എപ്പോഴും ദൈവത്തിന്റെ പിന്തുണ തന്നെ ഉണ്ടായിട്ടുണ്ട്. കാര്യം അതിലേക്ക് അവർ അടിയുറച്ച് വിശ്വസിക്കുന്നുണ്ട്. ആ വിശ്വാസം അവരുടെ കോൺഫിഡൻസിനെ പല മടങ്ങായിട്ട് വർദ്ധിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വൃശ്ചികക്കൂറുകാര് തങ്ങളുടെ ഈശ്വര വിശ്വാസം ഒപ്പം തങ്ങളുടെ കോൺഫിഡൻസ്, ഇതും രണ്ടും കൂട്ടിച്ചേർത്ത് മുന്നോട്ട് കൊണ്ടുപോയാൽ അവരുടെ ജീവിതം വളരെയധികം ഗുണപരമായിട്ട് മാറുന്നതാണ്. 9ാമത്തെ കാര്യം മുതലെടുപ്പുകൾക്ക് നിന്നു കൊടുക്കാത്തവർ എന്നുള്ളതാണ്. ഈ മനുഷ്യ സമൂഹത്തില് ചിലരെ ചൂഷണം ചെയ്താണ് ജീവിക്കാറുള്ളത്. ചിലർ ഇത്തിൽ കണ്ണികളെ പോലെയാണ്. അതായത് മറ്റൊരാളുടെ സമയവും സമ്പാദ്യവും അവരുടെ ഇമോഷൻസും എല്ലാം ആഹരിച്ചുകൊണ്ട് മറ്റേയാൾ വളർന്നുകൊണ്ടിരിക്കും. ഒരുപാട് പേർക്ക് ഈ അനുഭവങ്ങൾ ഉണ്ട്. പക്ഷേ വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ചില ഘട്ടങ്ങളിൽ ഇവരും ഇങ്ങനെ മറ്റുള്ളവർക്ക് മുന്നിൽ അടിപതറിപ്പോവും. ചിലപ്പോൾ അതൊരു കടമയുടെ, ചില ഉത്തരവാദിത്വത്തിന്റെയും ചില വിട്ടുവീഴ്ചകളുടെ ഭാഗമായിട്ടായിരിക്കും. പക്ഷെ ഒരു ഘട്ടം കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇവർ കാര്യങ്ങളെ തിരിച്ചറിയുകയും ചൂഷണത്തിൽ നിന്ന് കരകയറാനുള്ള മാർഗങ്ങളെ അവലംബിക്കുകയും ചെയ്യും. തങ്ങളെ വെച്ച് മുതലെടുപ്പ് നടത്തുന്നവർക്കെതിരെ ശക്തമായിട്ട് പ്രതികരിക്കും. അതുകൊണ്ട് തന്നെ അത്രയും നാളും ഇവരെ മുതലാക്കിക്കൊണ്ടിരുന്നവർ ചിലപ്പോൾ ശത്രുപക്ഷത്തേക്ക് വന്നേക്കാം. ഇതൊന്നും ഇവർ കാര്യമാക്കില്ല. തങ്ങളെ കൂടുതലായിട്ട് ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുള്ള മേഖലകളിൽ നിന്ന് പുറത്തു കടക്കാൻ ഇവർ സദാ സന്നദ്ധരായിരിക്കും. ഇവരുടെ വിജയത്തിന്റെ വലിയൊരു അടിത്തറ ഇവിടെ നിന്നാണ് ആരംഭിക്കുന്നത്. 8ാമത്തെ കാര്യം നന്ദിയുള്ളവർ എന്നുള്ളതാണ്. മനുഷ്യ സമൂഹത്തിലെ പരസ്പര ധാരണയും കൊടുക്കൽ വാങ്ങലും എല്ലാം സ്വാഭാവികമാണ്. ഈ ധാരണകൾ എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്ത സേവനത്തിന് ഒരു നന്ദി പ്രകാശിപ്പിക്കണം എന്നുള്ള രീതിയിൽ മറ്റൊരാൾ നമുക്കും ഒരു സേവനം നൽകുന്നു. അങ്ങനെ പരസ്പര ബന്ധങ്ങൾ ഉണ്ടാകുന്നു, അപ്രകാരം മുന്നോട്ട് പോകുന്നു. എന്നാൽ ചില വ്യക്തികളുണ്ട്, അവർക്ക് കിട്ടാനുള്ളതെല്ലാം മേടിച്ചു കൂട്ടും, തിരികെ കൊടുക്കാൻ ഒട്ടും താല്പര്യം ഉണ്ടാവില്ല. ഇതിനെ നമ്മൾ പറയുക നന്ദികേടെന്നാണ്. കാര്യം അവരുടെ ആവശ്യത്തിന് ഓടിപ്പാഞ്ഞു നടക്കും, മറ്റുള്ളവരുടെ എല്ലാം സഹായം അവർ തേടും. എന്നാൽ താൻ സമീപിച്ച വ്യക്തികൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവരൊന്ന് ആവശ്യപ്പെട്ടാൽ പോലും തിരിഞ്ഞു നോക്കാത്തത്. അങ്ങനെയുള്ള വ്യക്തികളെ കണ്ടറിയാൻ നമുക്ക് വളരെ പ്രയാസമാണ്. പക്ഷെ ഒരു തവണത്തെ അനുഭവത്തിൽ നിന്ന്
പിന്നെ നമ്മൾ അവരുമായിട്ട് സമ്പർക്കം പുലർത്താറില്ല. പക്ഷേ ഈ വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവർ നന്ദിയുള്ളവരാണ്. അവർക്ക് എന്തെങ്കിലും സഹായങ്ങളോ മറ്റോ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ തക്കതായ സമയത്ത് പ്രത്യുപകാരം ചെയ്യുക തന്നെ ചെയ്യും. എന്നാൽ ചില സാഹചര്യങ്ങൾ കൊണ്ട് ഇവർക്ക് ചില ഘട്ടങ്ങളിൽ അങ്ങനെ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഈ വൃശ്ചികക്കൂറുകാരുടെ ഉള്ളിൽ തന്നെ വലിയൊരു സ്ഫോടനം നടക്കും. എന്തായാലും ഞാൻ ചെയ്തത് അത്ര ശരിയായില്ല, മറ്റൊരു അവസരത്തിൽ ഞാനിത് ഇവർക്ക് എനിക്ക് സഹായിച്ചതിൻ്റെ ഇരട്ടിയായിട്ട് തിരിച്ചു കൊടുക്കണം എന്നുള്ളൊരു ചിന്ത ഇവരുടെ ഉള്ളിലുണ്ടാവും. അവരുടെ ജീവിതകാലത്തിൻ്റെ ഇടയിൽ എപ്പോഴെങ്കിലും ഇവർ ഈ നന്ദി പ്രകാശനം നടത്തിയിരിക്കും. ഇത് മറ്റൊരാളെ സന്തോഷിപ്പിക്കും എന്നതിലുപരി ഇവർക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് താനൊരു നല്ല വ്യക്തിയാണെന്നുള്ള ബോധ്യം ഉണ്ടാക്കും. അവരെക്കുറിച്ച് ഓർക്കുമ്പോൾ അവർക്ക് അഭിമാനം ഉണ്ടാക്കും. അത് ഇവരുടെ വഴികളിൽ എപ്പോഴും പ്രകാശമായിട്ട് നിലകൊള്ളുകയും ചെയ്യും. ഏഴാമത്തെ കാര്യം, ആഗ്രഹ സാഫല്യത്തിന് വേണ്ടിയിട്ട് ഏതറ്റം വരെയും സഞ്ചരിക്കാനുള്ള കഴിവ്. മനുഷ്യന് വ്യത്യസ്തങ്ങളായിട്ടുള്ള ആഗ്രഹങ്ങൾ ഉണ്ടായി വരും. ഈ ആഗ്രഹങ്ങളെ ചിലർ ചേസ് ചെയ്ത് പിടിക്കും, ചിലരായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് വീട്ടിലിരിക്കും, അല്ലെങ്കിൽ ഇറങ്ങി നടക്കും, ദിവാസ്വപ്നത്തിലായിരിക്കും. ആഗ്രഹം എന്ന് പറയുന്നത് ദുരാഗ്രഹമാകാതിരിക്കാനും നമ്മൾ ശ്രദ്ധിക്കണം. നല്ലതായ ആഗ്രഹത്തെ നേടിയെടുക്കാനുള്ള പരിശ്രമവും ഉണ്ടാകണം. ബഹുഭൂരിപക്ഷം പേരും പരാജയപ്പെടുന്നത് തങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് പിന്നാലെ സഞ്ചരിക്കാനുള്ള മനസ്സില്ലായ്മ കൊണ്ടോ മടി കൊണ്ടോ ആണ്. ഇവിടെ വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം തങ്ങളൊരു ആഗ്രഹത്തെ ഉണ്ടാക്കിയാൽ അതിൻ്റെ വരും വരായികളെ കുറിച്ച് ചിന്തിച്ച് നല്ലതാണെന്ന് ബോധ്യപ്പെട്ടാൽ അതിന് പിന്നാലെ സഞ്ചരിച്ച് അതിനെ കരഗതമാക്കാനുള്ള കഴിവുള്ളവരെന്നുള്ളതാണ്. അതിനുവേണ്ടി അശ്രാന്തമായ പരിശ്രമം ഇവർ നടത്തും. ഇവരുടെ സമയം അതിനുവേണ്ടി ഒരുപാട് പേർ നീക്കിവെക്കും. ഒരുപാട് തിരിച്ചടികൾ ഉണ്ടായാൽ പോലും അതിനെയെല്ലാം മറികടക്കാനുള്ള പോംവഴികൾ ഇവർ കണ്ടെത്തും. അങ്ങനെ ഒടുവിൽ ഇവരുടെ സക്സസിന്റെ ഏരിയയിൽ ഇവർ എത്തിച്ചേരുകയും ചെയ്യും. വിജയിച്ച എല്ലാ വൃശ്ചികക്കൂറുകാരിലും ഇത് ഗുണപരമായ രീതിയിൽ തന്നെ കാണപ്പെടാറുണ്ട്. ആറാമത്തെ കാര്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഇതിന്റെ കീഴെ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമ്മുടെ വാട്സപ്പ് ചാനലിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇത് ഹൈന്ദവ ആചാര സംബന്ധമായ, മോട്ടിവേഷൻ സംബന്ധമായ, ജ്യോതിഷ സംബന്ധമായ ഒട്ടേറെ അറിവുകൾ പകർന്നു നൽകുന്ന ഒരു വാട്സപ്പ് ചാനലാണ്. നിങ്ങൾ അതിൽ പ്രവേശിച്ച് ജോയിൻ ചെയ്താൽ നിങ്ങളുടെ പിറന്നാളിന്, നിങ്ങളുടെ കുടുംബ അംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ്. മാത്രമല്ല നിത്യേന സൗജന്യമായിട്ട് നിങ്ങളുടെ വാട്സപ്പിലൂടെ ഒട്ടേറെ ഹൈന്ദവ ആചാര സംബന്ധമായ വിവരങ്ങൾ ലഭ്യമാവുകയും ചെയ്യുകയാണ്. അപ്പോൾ ഇത് പ്രയോജനപ്പെടുത്തുമല്ലോ. ആറാമത്തെ കാര്യം, മികച്ചതായ ഈശ്വര വിശ്വാസം എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ ആത്മവിശ്വാസത്തിന്റെ ഭാഗത്തിൽ ഈശ്വര വിശ്വാസത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. അതിനേക്കാൾ കുറച്ചുകൂടി വിശദീകരിക്കാനുണ്ട് ഇവരുടെ ഈ ഈശ്വര വിശ്വാസത്തെക്കുറിച്ച്. ഈശ്വര വിശ്വാസം എന്നുള്ളത് വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം കാണൽ രീതിയല്ല. ചിലരെ കണ്ടിട്ടില്ല, ചില ക്ഷേത്രങ്ങളിൽ അത്ഭുതം ഉണ്ടെന്ന് പറഞ്ഞാൽ അവിടെ ഓടിച്ചെല്ലും. അവിടെ കഴിഞ്ഞ് കുറച്ചാൾ പോയിട്ട് അവിടെ ഒന്നും കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ അടുത്തടുത്തോട്ട് പോകും. ഒരു ദേവതയെ വെച്ച് പൂജിച്ചുകൊണ്ടിരുന്നിട്ട് വേറെ ആരോ പറഞ്ഞ് മറ്റൊരു ദേവത ഇന്ന സമയത്ത് പൂജിച്ചാൽ കൊള്ളാം, അങ്ങോട്ട് ഓടും. ഇങ്ങനെ ഒന്നിലേക്കും ഉറക്കില്ല. മാത്രമല്ല തങ്ങളുടെ കാര്യം നടപ്പിൽ വരുത്താൻ വേണ്ടിയിട്ടുള്ള ഈശ്വര വിശ്വാസം മാത്രമാണ്. അതിന് വേണമെങ്കിൽ മതം മാറാൻ പോലും ഇവർ തയ്യാറാണ്. പക്ഷെ വൃശ്ചികക്കൂറുകാർ അങ്ങനെയല്ല. അവർക്ക് അവരുടെ ഉള്ളിലെ പ്രകാശനമാണ് ഈശ്വര വിശ്വാസം എന്ന് പറയുന്നത്. ഈ പ്രകൃതിയുമായിട്ടുള്ള ഒരു ലയനമാണ് അവരുടെ ഈശ്വര വിശ്വാസം എന്ന് പറയുന്നത്. മറ്റുള്ളവർ പറഞ്ഞെടുക്കുന്ന ഒരു തരം അന്ധവിശ്വാസ ജഡിലമായിട്ടുള്ള കഥകളിൽ കുടുങ്ങി കിടക്കുന്നതല്ല ഇവരുടെ ഈശ്വര വിശ്വാസം. പകരം ഭഗവാനും ഭഗവത് ചൈതന്യമായിട്ടുള്ള ഒരു ലയനാണ്. ഇവരുടെ ഉള്ളിനെ പ്രശാന്ത സുന്ദരമാക്കുന്നതും ഈ ഒരു പ്രപഞ്ചനാഠിയുമായിട്ടുള്ള ബന്ധമാണ്. ഇവരെ നേർവഴിക്ക് നടത്തുന്നതും ഇത് തന്നെയാണ്. ചിലപ്പോൾ മറ്റുള്ളവർ കാണിക്കുന്ന ആർഭാടങ്ങളൊന്നും ഇവരുടെ ഈ ഈശ്വര വിശ്വാസത്തിൽ കാണുകയില്ലായിരിക്കാം. ചിലപ്പോൾ ചില സമയത്ത് ഇവരൊരു നിരീശ്വരവാദിയെ പോലെ കാണപ്പെട്ടു എന്നും വന്നേക്കാം. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ കാഴ്ചപ്പാടിലുള്ള ഒരു ഈശ്വര വിശ്വാസമല്ല ഇവരുടേത്. ഇവർ ദൈവവുമായിട്ട് കണക്ട് ചെയ്യുന്ന അവരുടേതായ ഒരു ചിന്താ പദ്ധതി ഉണ്ടാകും. അതാണ് വ്യത്യാസം. എന്തായാലും ശരി, ഇവരുടെ ഈ അടിയുറച്ച ഈശ്വര വിശ്വാസം ഇവർക്ക് എന്നെന്നും നന്മകൾ സമ്മാനിക്കാറുണ്ട്. അഞ്ചാമത്തെ കാര്യം, മറ്റുള്ളവരുടെ താളത്തിനൊത്ത് തുള്ളുകയില്ല എന്നുള്ളതാണ്. ചില വ്യക്തികൾ ഈ ചെണ്ട പോലെയാണ്, ആർക്കും കയറി അങ്ങോട്ട് അടിക്കാം. ആരെങ്കിലും പറയുന്നത് കുറെ കേട്ടുകൊണ്ടത് അങ്ങനെ പ്രവർത്തിക്കും. അപ്പോഴാണ് മറ്റൊരാൾ പറയുന്നത് അത് ശരിയല്ല, അപ്പോൾ പിന്നെ അയാൾ പറയുന്ന പോലെയാവും. അത് കഴിഞ്ഞിട്ട് കുറച്ച് ആൾ മുന്നോട്ട് പോകുമ്പോൾ മറ്റൊരാൾ വന്ന് പറയുന്നു, അയ്യോ നീ ഇതെന്ത് ചെയ്തുകൊണ്ടിരിക്കണേ, ഇങ്ങനെയൊന്നുമല്ലല്ലോ കാര്യങ്ങൾ, നീ ഈ വഴിക്ക് പോയാലായിരിക്കും നല്ലത് കിട്ടുക, ഉടനെ അങ്ങോട്ട് പോയി. ഇങ്ങനെ ഒന്നിലും പെടാതെ മറ്റുള്ളവരുടെ താളത്തിനനുസരിച്ച് നൃത്തം ചവിട്ടിക്കൊണ്ടിരിക്കുന്ന പലരുമുണ്ട്. ഇവരുടെ ജീവിതത്തിൽ ഒന്നും ആയി മാറാൻ സാധ്യത കുറവാണ്. ഇവിടെ വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവർ പറയുന്നവർ കേൾക്കാതിരിക്കുന്നില്ല, നല്ല നിർദ്ദേശങ്ങളെ കേൾക്കും. അത് തൻ്റെ ആശയവുമായിട്ട് കൂട്ടിയിണക്കും. മികച്ചതായിട്ട് തനിക്ക് അനുഭവപ്പെടുകയാണെങ്കിൽ മാത്രം അത് ചെയ്യും, ഇല്ലെങ്കിൽ അതിനെ തള്ളിക്കളയും. ഇവരുടെ ജീവിതത്തിന്റെ വിജയത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യമാണിത്. മറ്റുള്ളവരുടെ ബാഹ്യമായിട്ടുള്ള ശക്തമായിട്ടുള്ള പ്രേരണകളൊക്കെ
ഇവരങ്ങനെ ബാധിക്കാറില്ല. ഇവരൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം ഇവരുടെ മേൽ തന്നെയായിരിക്കും. അല്ലാതെ ബാഹ്യ സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ടാണ് ഞാനിത് ചെയ്തത് എന്ന് അധികം പറയിക്കാൻ ഇവർ ഇടവരുത്തില്ല. അങ്ങനെ ഇടവരുത്തുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർ തകർച്ചയുടെ പാതയിലേക്ക് പോവാറുമുണ്ട്. അപ്പോൾ നിങ്ങളിൽ അന്തർലീനമായിട്ടുള്ള ഗുണം ഞാൻ ഈ പറഞ്ഞതാണോ അതോ മറ്റുള്ളവരുടെ താളത്തിനൊത്ത് നൃത്തം ചെയ്യുന്ന പാവയാണോ നിങ്ങളൊന്ന് തീരുമാനമെടുക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് പുറത്തു കിടക്കുക. നാലാമത്തെ കാര്യം, വിജയത്തെ പോലെ പരാജയത്തെ ഏറ്റെടുക്കുക എന്നുള്ളതാണ്. മനുഷ്യ ജീവിതത്തിൽ ഒരു അനലോഗ് സിഗ്നൽ പോലെയാണ് വിജയപരാജയങ്ങൾ മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നത്. കുറച്ചു കാലം ഒരാൾ വിജയമായിരിക്കും, പിന്നീട് പരാജയം ഉണ്ടാവും, പിന്നെ അയാൾ വിജയത്തിലേക്ക് പോകും എന്നുള്ള രീതിയാണ്. ചില വ്യക്തികൾക്ക് എപ്പോഴും വിജയിച്ചു കൊണ്ടേയിരിക്കണം. പരാജയത്തെ കണ്ടു കഴിഞ്ഞാൽ അവർ പാനിക്കായി, അയ്യോ എനിക്കൊന്നും തന്നില്ല, ദൈവം എൻ്റെ അടുത്ത് എന്നും പ്രശ്നങ്ങളാണ് സൃഷ്ടിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ഇവർ കരഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. വിജയത്തിൻ്റെ സമയത്ത് ഇവർ അധികമൊന്നും ദൈവത്തെ വിളിക്കില്ല, ഒരുപാട് സന്തോഷിച്ച് അങ്ങനെ നടക്കും. ഈ വിജയം എന്നൊക്കെ പറയുന്നത് എന്നെന്നും നിലനിൽക്കുന്നതല്ല. തുടർച്ച വേണമെങ്കിൽ നമ്മുടെ അധ്വാനം കൂടുതലായിട്ട് വേണം, നമ്മുടെ സാഹചര്യങ്ങൾ നന്നായിട്ടിരിക്കണം. പക്ഷേ ഇവിടെ വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വിജയ പരാജയങ്ങളെ ഒരുപോലെ അവർ സ്വീകരിക്കും. ഒരു പരാജയം വരുമ്പോൾ ഇതൊരു പരാജയമാണ്, എൻ്റെ പ്രവർത്തനത്തിൽ ചില പ്രശ്നങ്ങളുണ്ട്, എൻ്റെ സാഹചര്യത്തിൽ കുറച്ച് കാര്യങ്ങളുണ്ട്, ശരി, ഇതിനെ അംഗീകരിക്കുന്നു. ഇനി അടുത്ത സ്റ്റെപ്പിൽ എനിക്ക് വിജയിക്കാൻ എന്തൊക്കെയാണ് മാർഗങ്ങളുള്ളത് എന്ന് അവർ ചിന്തിച്ചു തുടങ്ങും. അതിൻ്റെ അടുത്തതിനോ അവരവരുടെ വിജയത്തെ നേടിയെടുക്കുകയും ചെയ്യും. ഏറ്റവും നല്ല ചിന്താഗതിയല്ലേ ഇത്? നിങ്ങളിൽ ഈ ഒരു ചിന്താഗതി ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ പോലുള്ള പലരെല്ലാം അന്തർലീനമായ കാര്യമാണ്. അവരാണ് വിജയിച്ച് നിൽക്കുന്നത്. നിങ്ങൾ അവരെ ഫോളോ ചെയ്താൽ മതി. നിങ്ങളുടെ നേട്ടവും നിങ്ങളുടെ വിജയവും അധികം വൈകാതെ നിങ്ങളിലേക്ക് എത്തിച്ചേരും. മൂന്നാമത്തെ കാര്യം, ഉത്തരവാദിത്വ ബോധമുള്ളവർ എന്നുള്ളതാണ്. മനുഷ്യൻ്റെ ഒരു സമൂഹ ജീവി ആയതുകൊണ്ട് തന്നെ നമ്മളുമായി ചേർന്ന് നിൽക്കുന്നവരുടെ അടുത്ത് നമുക്ക് ചില ഉത്തരവാദിത്വങ്ങളൊക്കെ ഉണ്ട്. ആ ഉത്തരവാദിത്വങ്ങൾ മറന്ന് നമ്മൾ സഞ്ചരിക്കുകയാണെങ്കിൽ നമ്മളൊരു സമൂഹ ജീവി എന്നുള്ള നിലയിൽ ഒട്ടും ഗുണകരമായിട്ടുള്ള വ്യക്തിയല്ല. ഉത്തരവാദിത്വ ബോധം എന്ന് പറയുന്നത് അത് ബന്ധങ്ങൾക്കിടയിലുള്ള ആണിക്കല്ലാണ്. ഇത് ഏതൊരു വ്യക്തിക്കും ആവശ്യമുള്ള കാര്യമാണ്. ഇവിടെ വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ആ ബോധം നന്നേ ഉള്ളവരാണ്. അതുകൊണ്ട് തന്നെ കുടുംബാന്തരീക്ഷത്തിൽ നന്മകൾ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാൻ അവരെപ്പോഴും സന്നദ്ധരായിരിക്കും. എന്നാൽ ചില സാഹചര്യങ്ങളിൽപ്പെട്ട്, ചില കുത്തുവഴുക്കുകളിൽപ്പെട്ട്, ചില ഘട്ടങ്ങളിൽ ഇവരിൽ നിന്ന് ആ ഉത്തരവാദിത്വ ബോധമോ പോയി മറയും. ആ ടൈമിൽ ഇവർ ഒരുപാട് പ്രശ്നങ്ങളിൽ ചെന്ന് ചാടാറുണ്ട്. ഇത് പെട്ടെന്ന് തന്നെ തിരിച്ചറിഞ്ഞിട്ട് അവരുടെ ഉത്തരവാദിത്വ മേഖലകളെ ഏറ്റെടുത്ത് അവർ മുന്നോട്ട് പോകും. തൊഴിലിലായാലും കുടുംബജീവിതത്തിലായാലും എവിടെയായാലും ഇവർ ഉത്തരവാദിത്വ രാഹിത്യം കാണിക്കുന്ന ആ സെക്കൻഡ് തൊട്ട് ഇവരുടെ പരാജയം തുടങ്ങുകയാണ്. അത് വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. രണ്ടാമത്തെ കാര്യം, ശത്രുവിനെ കണ്ടറിയാൻ മിടുക്കർ എന്നുള്ളതാണ്. നമുക്ക് വ്യക്തി ജീവിതത്തിൽ പലതരത്തിലുള്ള ശത്രുക്കൾ ഉണ്ടായി വന്നുകൊണ്ടിരിക്കും. നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടല്ല ഒരു ശത്രു പലപ്പോഴും ഉണ്ടാകുന്നത്. ആ വ്യക്തിയുടെ ചില തോന്നലുകൾ, ആ വ്യക്തിയുടെ അസൂയ, ആ വ്യക്തിയുടെ ഒരു പ്രത്യേക മനോഭാവം, ഇവയൊക്കെ കൊണ്ട് നമുക്ക് ശത്രുക്കൾ ഉണ്ടായി വരും. ഇവിടെ വൃശ്ചികക്കൂറുകാരൻ ഒരാളെ നന്നായിട്ട് നിരീക്ഷിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ ആ നിൽക്കുന്ന വ്യക്തി നാളെ എനിക്ക് എതിരാകും, അതുകൊണ്ട് ഞാൻ പറയേണ്ടുന്ന കാര്യങ്ങളും പ്രവർത്തിക്കേണ്ടുന്ന കാര്യങ്ങളും ഇവിടെ ഇങ്ങനെ രീതിയിൽ ലിമിറ്റ് ചെയ്യണം എന്നുള്ളൊരു തിരിച്ചറിവുണ്ടായിരിക്കും. ആ നിരീക്ഷണ ബോധത്തിൽ നിന്നാണ് ഇവർക്ക് ഈ തിരിച്ചറിവ് ഉണ്ടായി വരിക. അതുകൊണ്ട് തന്നെ പലപ്പോഴും ശത്രുക്കളെ ദൂരെ അകറ്റി നിർത്താൻ ഇവർക്ക് കഴിയാറുണ്ട്. ഇതിൽ നിരീക്ഷണ പാഠവും പുലർത്താതെ പോകുന്ന ചില വ്യക്തികൾക്കാകട്ടെ എന്നെന്നും ശത്രുക്കളായിരിക്കും. അവരുടെ നാവും പ്രവൃത്തി അത്ര ശുദ്ധമായിരിക്കില്ല. തന്നെ എറിയേണ്ടുന്ന കല്ലുകളെ ഇവർ തന്നെ കൊടുത്തുകൊണ്ടിരിക്കും. അപ്പം നിങ്ങൾ ചിന്തിക്കണം, നിങ്ങൾക്ക് ശത്രുക്കൾ കൂടുതലായിട്ട് നിൽക്കുന്നുവെങ്കിൽ എൻ്റെ അർത്ഥം നിങ്ങളുടെ വാക്കിലും പ്രവൃത്തിയിലും കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അത് തിരുത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഒന്നാമത്തെ കാര്യത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര്, നിങ്ങളുടെ വയസ്സ്, നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന പ്രത്യേക പൂജാ പ്രാർത്ഥനകളിലൊക്കെ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ പറ്റും. ഒരു മാസത്തേക്കായിരിക്കും ഇത് ചെയ്യുക. കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇനി തൊട്ടയിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെ കീഴിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇങ്ങനെ കൊടുത്താൽ മതി. അതിനായിട്ട് ഇതുവരെയ്ക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യണം. ഒപ്പം ഈ വീഡിയോ ഒന്ന് ലൈക്ക് കൂടി ചെയ്യണം. ഇത് പറയുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യുമ്പോഴായിരിക്കും റെക്കമെൻഡേഷനായിട്ട് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ഈ ചാനലിലെ വീഡിയോ ലഭ്യമായി തുടങ്ങുക. എങ്കിലല്ലേ നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പ്രയോജനപ്പെടുത്തുമല്ലോ അത്. ഒന്നാമത്തതും പരമപ്രാധാന്യമുള്ളതുമായ കാര്യം, പണത്തെ മൂല്യമറിഞ്ഞ് ചെലവഴിക്കും. വിജയിക്കുന്ന ആൾക്കാരിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന അവരുടെ പ്രകൃതമാണിത്. പണം എന്ന് പറയുന്നത് ഇന്ന് വരും നാളെ പോകും എന്നുള്ളൊരു പ്രമാണത്തിൽ ചിലർ കാണും. അങ്ങനെയല്ല, ഇന്ന് വന്നു കഴിഞ്ഞാൽ നാളത്തേക്ക് കരുതണം എന്നുള്ളതാണ് പ്രധാനമായും നമ്മൾ തിരിച്ചറിയേണ്ടത്. പണ്ട് കാലത്തൊരു വാക്കായിരുന്നു ഇന്ന് വരും അത് നാളെ കയ്യിൽ നിന്ന് പോകും. മറ്റന്നാൾ വരുമോ എന്നുള്ള ചോദ്യമൊന്നും അവിടെ ഇല്ല. പണം ഇന്ന് വന്നില്ലെങ്കിലും നാളെ വരും, നാളെ വരുത്തണം എന്നുള്ളതായിരിക്കണം നമ്മുടെ മനോഭാവം. അതായത് പണത്തിനെ കയ്യിൽ കിട്ടുമ്പോൾ അതിനെ തീർത്തും നശിപ്പിച്ച് കളയാതെ കൃത്യമായ സേവിങ്സ്, കൃത്യമായ ഇൻവെസ്റ്റ്മെൻറ്റ്, ഇതിലൂടെയൊക്കെ നമുക്ക് പണത്തെ സംഭരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതിൽ ഈ വൃശ്ചികക്കൂറുകാർ മിടുക്കരാണ്.
പക്ഷേ ഈ സാമ്പത്തിക അച്ചടക്കത്തിൽ എന്തെങ്കിലും പാളിച്ച കാട്ടുന്ന ഒരാളാണെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് എത്ര വരവുണ്ടായിട്ടും കാര്യമൊന്നുമില്ല, പിന്നീട് ഭയങ്കരമായ പ്രയാസത്തിൽ ചെന്നുപെടും. നിങ്ങൾക്കിപ്പോൾ പണം ഒന്നുമില്ല, കുറച്ച് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകണം, വിഷമിക്കേണ്ടതില്ല. നിങ്ങളുടെ ഈ അടിസ്ഥാനപരമായിട്ട് ധനം സമ്പാദിക്കാനുള്ള ഒരു ചോദനയുണ്ടല്ലോ, അതുകൊണ്ട് നിങ്ങൾക്ക് നേട്ടം ഉണ്ടാക്കിയെടുക്കാനും കൃത്യമായി സേവ് ചെയ്യാനും ഇൻവെസ്റ്റ് ചെയ്യാനും നാളെ ഒരു കാലത്ത് വെൽത്തിലേക്ക് കടന്നു പോകാനും കഴിയും. പക്ഷെ നിലവിൽ പണം ഉണ്ടായിട്ടും അതിൻ്റെ നല്ലൊരു വിഹിതം നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ഇച്ചിരി പ്രശ്നത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് ഈ സെക്കൻഡിൽ തന്നെ ഉറപ്പിച്ചു വെച്ചോളുക. എങ്ങനെയാണ് ഇതിനെ മറികടക്കേണ്ടത് വ്യക്തമായ ധാരണയോടുകൂടി സഞ്ചരിച്ചില്ലെങ്കിൽ നാളുകൾ പ്രശ്നത്തിലേക്കാവും. വിജയിച്ചിട്ടുള്ള ഏതൊരു വ്യക്തിയും തങ്ങളുടെ മണിയെ കൃത്യമായ രീതിയിൽ നല്ല അസറ്റ് ക്ലാസ്സുകളിലേക്ക് നിക്ഷേപിച്ച് അവിടെ നിന്ന് വെൽത്ത് ഉണ്ടാക്കുന്നവരായിരുന്നു. നിങ്ങൾക്കും അങ്ങനെ കഴിയുന്നതാണ്. അതിനുവേണ്ടി പരിശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ വിജയിച്ചവരിൽ കാണപ്പെടുന്ന 10 ഗുണപ്രദമായിട്ടുള്ള കാര്യങ്ങളെ പറഞ്ഞു. മാത്രമല്ല നിങ്ങൾക്ക് ആ വഴിയിലേക്ക് പ്രവേശിക്കാനുള്ള മാർഗങ്ങളെ പറഞ്ഞു തന്നു. ഇതിൽ ഒരു 7 കാര്യങ്ങളെങ്കിലും നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വിജയത്തിലെ ആ വഴിയിൽ നല്ല രീതിയിൽ മുന്നേറുന്ന ആൾക്കാരാണ്. ഇനി ഇതിലൊരു 4 5 ഒക്കെ ഉള്ളൂ എങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾക്കും അധികം വൈകാതെ വിജയത്തിലേക്ക് എത്താം. പക്ഷേ ഈ പറഞ്ഞതിൽ ഒന്നുമില്ലാത്തൊരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ വളരെ സൂക്ഷിക്കേണ്ട ഒരവസ്ഥയാണ്. നിങ്ങളുടെ അന്തർലീനമായിട്ടുള്ള നിങ്ങളുടെ ശക്തി പ്രഭാവങ്ങളെ നിങ്ങൾ ഇതുവരെയും കണ്ടറിയാൻ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ്. വൈകിട്ടൊന്നുമില്ല, നിങ്ങൾക്ക് ഈ കാര്യങ്ങളെ മനസ്സിലാക്കിയെങ്കിൽ ഇനി മുതൽ തിരുത്താവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ട ഈ നിമിഷം, ഇന്നത്തെ ഡേറ്റ് നിങ്ങൾ കുറിച്ചിട്ടോളൂ. നിങ്ങൾക്ക് മാറാനുള്ള സമയം ഇവിടെ നിന്നാണ്. അപ്പോൾ നിങ്ങളെ വിജയത്തിൻ്റെ വഴിത്താരയിലേക്ക് എത്തിച്ചേരുമല്ലോ. നിങ്ങളെ കാത്ത് ഒരുപാട് പേര് അവിടെ ഉണ്ട്. നിങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുക, സ്വയം തിരുത്തുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ നിർദ്ദേശങ്ങൾ, അഭിപ്രായങ്ങൾ ഇതിന് കീഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ്. ജ്യോതിഷ സംബന്ധമായത്, പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത്. നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല. നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക. അപ്പോൾ അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ്. ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ്. നമ്മളിപ്പോൾ ഒരു സ്റ്റോർ യൂട്യൂബിൽ ആരംഭിച്ചിട്ടുണ്ട്. ഹൈന്ദവ ധർമ്മം അനുസരിച്ച് ജീവിക്കുന്നവർക്ക് പൂജാ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ മേടിക്കണമെന്നുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറാണിത്. താല്പര്യമുള്ളവർക്ക് അതിൽ പോയിട്ട് അതിൻ്റെ വിലയൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിൽ നിന്ന് മേടിക്കാവുന്നതാണ്. ഇങ്ങനെ നോക്കിയാൽ മതിയാകും. അപ്പോൾ മറ്റൊരു വീഡിയോ, മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം RJ ഹരിചന്ദ്രൻ മഠം. നമസ്തേ.